PC പരീക്ഷാ ക്രമക്കേടിൽ കോഴിക്കോട് യുവമോർച്ച സംഘടിപ്പിച്ച മാർച്ചിലും സംഘർഷമുണ്ടായി. 5 പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് സമാധാനപരമായി സമരം നയിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PSC ക്രമക്കേടിൽ ഉത്തരവാദികളെ ശിക്ഷിക്കുക, അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുക, പ്രതികരണശേഷി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കുക, വേക്കൻസി കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത്. പ്രതിഷേധം BJP സംസ്ഥാന സമിതി അംഗം O. നിതീഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുമായിട്ട് നടന്നിട്ടുള്ള അഴിമതിയെ, ആ അഴിമതിയുടെ വിഷയത്തിൽ കേന്ദ്രം അന്വേഷണം നടത്തണം. ഒരു സ്വതന്ത്ര ഏജൻസി ആ വിഷയത്തിൽ അന്വേഷിക്കണം. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേരളം മുഴുവൻ ഈ സമരമുഖത്ത് ഉണ്ടായിട്ടുള്ളത്. 5 തവണയാണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. സംഭവത്തിൽ 5 യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. യുവമോർച്ച ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് കിരൺ, പ്രവർത്തകരായ സബിൻ, ജോഷിൽ, ജിഷ്ണു, ധനേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തുടർന്ന് വയനാട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ വാഹന സൗകര്യം ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു. തുടർന്ന് സ്വകാര്യ വാഹനങ്ങളിലാണ് പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. യാതൊരു മുന്നറിയിപ്പില്ലാതെ 4 തവണയാണ് ഈ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല 4-5 പേർ ഇപ്പോൾ ആശുപത്രിയിലാണ്. ആ VD സതീശൻ അധികാരത്തിലിരിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് മാസങ്ങളായി സമരം ചെയ്യുന്ന LP സ്കൂൾ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെവിടുന്ന് പോലീസുകാർ വേട്ടപ്പട്ടികളെ പോലെയല്ലേ പെരുമാറിയിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും സമരക്കാർ അറിയിച്ചു. ജനം, കോഴിക്കോട്.